Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. ഖത്തറിൻ്റെ നേർചിത്രം, അതാണ് ദോഹ സ്റ്റോറീസ്. ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദോഹ സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഖത്തറിൻ്റെ പോയ വാര കാഴ്ചകൾ കാണാം. ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ICC പ്രസിഡന്റായി ശ്രീ മണികണ്ഠൻ AP-യും ICBF പ്രസിഡന്റായി ശ്രീ ബാബുരാജും തിരഞ്ഞെടുക്കപ്പെട്ടു. ICCയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്ത ദോഹയിലെ ICC അംഗങ്ങൾക്കും വിവിധ സംഘടനാ പ്രതിനിധികൾക്കും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ICCയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ 2 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ വർഷം ഇന്തോ ഖത്തർ കൾച്ചറൽ ഇയർ നമ്മൾ ആഘോഷിക്കുകയാണ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിനുള്ള ഒരു വേദിയായി ഈ വർഷം മാറുകയാണ്. നമുക്കറിയാം, രാജ്യങ്ങളെ ലോക ചരിത്രം പരിശോധിച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് സാംസ്കാരിക വിനിമയത്തിനുണ്ട്. ഇത് 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായി മാറാൻ, അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയുള്ള ഒരു പാലമായി മാറാൻ ഈ കൾച്ചറൽ ഇയർ കൊണ്ട് കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ICBFൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചൊരു ഇലക്ഷനിലൂടെ ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ചതിൽ എനിക്ക് പറയാനുള്ളത്, വളരെ കാലങ്ങളായിട്ട് ഖത്തറിലെ പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ്. കാരണം വലിയൊരു അവാർഡിനേക്കാൾ ജനങ്ങൾക്കുള്ളൊരു കോൺഫിഡൻസാണ് അതിലൂടെ പ്രകടമായത്. അപ്പോൾ എനിക്ക് വളരെയധികം ഉത്തരവാദിത്വം വീണ്ടും കൂടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് ചില ഡ്രീംസൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളായിട്ടായിരിക്കണം ഞാൻ ഈ 2 വർഷം അവിടെ ഇരിക്കേണ്ടതെന്നൊരു ബോധ്യം എനിക്ക് വർദ്ധിച്ചു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. തീർച്ചയായും 2019 ആൻഡ് 2020 ICBFനെ സംബന്ധിച്ച് സിഗ്നേച്ചർ ഇയേഴ്സായിട്ട് മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹലോ ഏഷ്യാനെറ്റ് ന്യൂസ് ഖത്തർ. കേരളൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം സംഘടിപ്പിച്ച കിഫാക്ക് 2019 കലാസായാഹ്നം ഖത്തറിലെ സംഗീത പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി. പരിപാടിയുടെ മുഖ്യ ആകർഷണം പ്രശസ്ത ഗായികമാർ അമൃത സുരേഷും അഭിരാമി സുരേഷും ഒരുമിച്ച അമൃതം ഗമയ സംഗീത വിരുന്നായിരുന്നു. കൂടാതെ നിരവധി കലാപരിപാടികൾ നടന്നു. കഴിഞ്ഞ വർഷം പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും ഉയർന്ന പ്രകടനം കാഴ്ചവെച്ച അംഗങ്ങളുടെ മക്കൾക്കുള്ള പാരിതോഷികങ്ങൾ എഞ്ചിനീയർ സുധീഷ്, ശ്രീനി, ജിജി അരവിന്ദ് എന്നിവർ സമ്മാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസും പ്രസ് ഫോർ മീഡിയയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന പരിപാടിയുടെ യോഗ്യതാ പരീക്ഷയിൽ ഖത്തറിൽ നിന്നും ബിർള പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനികളായ അനന്യ K. മനോജ്, വൈദേഹി പൂജാരി എന്നിവർ വിജയികളായി. We're very happy to be selected for this. No words can describe our happiness. We've been working for this for quite some time, and we've always admired seeing these winners, PTBI winners on TV, and never expected to be a part of it. We are overjoyed and excited to go on this trip. We're really excited. I feel like this is a really great initiative by Asianet,
and I can't wait to watch the Republic Day celebrations in close quarters. This is a once in a lifetime opportunity, and I'm proud to be an Indian as well as a Birlite. ഈ വിദ്യാർത്ഥിനികളെ ആദരിച്ച ചടങ്ങിൽ ഇന്നൊവേറ്റീവ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് MD NE അബ്ദുൽ അസീസ്, പ്രസ് ഫോർ മീഡിയ CEO B ബാലചന്ദ്രൻ, ബിർള പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ AP ശർമ്മ, വൈസ് പ്രിൻസിപ്പൽ ഷെർലി റപ്പായ് എന്നിവർ പങ്കെടുത്തു. My heartiest congratulations to Ananya and Vaidehi for getting selected from Qatar. It's a really a proud moment for Birla Public School, and I would certainly like to congratulate Asianet TV also, because they are doing remarkable work keeping our country's national heritage intact in the minds of children, because they are the next generation who will certainly do great and bring laurels for the country, whether being in Qatar. ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഏഷ്യാനെറ്റിൻ്റെ ഈ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഖത്തറിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഏഷ്യാനെറ്റിനും ഈ സെലക്ഷൻ കിട്ടിയ 2 കുട്ടികൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രസ്തുത ചടങ്ങിൽ വിദ്യാർത്ഥിനികൾക്കായി ഇന്ത്യയിലേക്കുള്ള യാത്രാ ടിക്കറ്റ് ബിർള പബ്ലിക് സ്കൂൾ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ മോഹൻ തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി കൈമാറി. It is indeed a great effort taken by Asianet channel to identify bright children from Gulf and give them an opportunity to go to New Delhi to attend the Republic Day functions. I am sure it is indeed a great experience for the children to go through this process of selection, as well as travel to India and personally visit and see the Republic Day parade and its functionaries. I once again thank the Asianet for the wonderful work they are doing to promote young, bright children among the Indians in the Gulf. ഖത്തറിലെ തിരുവനന്തപുരം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ട്രാക്കിൻ്റെ കലാസാഹിത്യ സന്ധ്യ അനന്തോത്സവം ICC അശോക ഹാളിൽ നടന്നു. വിവിധ കലാപരിപാടികൾ അരങ്ങേറിയ വേദിയിൽ ICC പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ബാബുരാജ്, ICC മാനേജിംഗ് കമ്മിറ്റി മെമ്പർ വിനോദ് നായർ എന്നിവർ പങ്കെടുത്തു. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org. Five-star hospitality redefined at an affordable price in the heart of Doha City. The Avenue, a Moab Hotel, Doha, Qatar. Your downtown hotel.
Log on to www.avenuedoha.com. ദോഹ സ്റ്റോറീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ ഗുരുദാസ് എന്ന ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ കഥ നമ്മൾ കണ്ടതാണ്. 10 വർഷത്തിലധികമായി ഒരു യന്ത്രസഹായത്താൽ ജീവിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥയറിഞ്ഞ ഇന്ത്യൻ പ്രവാസികളുടെയും സ്വദേശികളുടെയും പ്രതികരണ വിശദാംശങ്ങളിലേക്ക് പോകാം. We hope that by talking to you today and talking to your channel, and hopefully our voice will reach India, that somebody in India would help this man in order to undergo cardiac transplantation. I have some contacts in India, and I know that cardiac transplantation is very possible. Qatar's population is only a very, very small fraction of the population of India. So our resources when it comes to cardiac transplantation are very limited. But India has the resources. So if anybody is out there listening, this patient of ours who's being kept alive on a pump, and he's walking around, he's working, he's doing his normal life, would be served better by cardiac transplantation. We very much hope that you can help him in India. ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഹേർട്ട് ഹോസ്പിറ്റലിൻ്റെ കാരുണ്യത്താൽ 10 വർഷമായി എൽവാഡ് എന്ന ഉപകരണം തൻ്റെ ഹൃദയത്തോട് ഘടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മോഹൻലാൽ ഗുരുദാസ് എന്ന രോഗിയുടെ കഥ ദോഹ സ്റ്റോറീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. मैं तो अभी इधर दोहा में जब से आया हूँ, मैं पहले थोड़ा टाइम सही काम किया है. उसके बाद में 2000 में मेरे को ये प्रॉब्लम हुआ, मैं बीमार हुआ. डॉक्टर लोग इधर अहमद हॉस्पिटल मेरा बहुत हेल्प किया है, और मेरे को 8 साल तक वो लोग दवाई दे के देखा है, वो कोई हार्ट का फ़ायदा नहीं हुआ था. उसके बाद में ये मेरा मशीन लगा है, ये बैटरी पे चलता है. इसके लिए बिजली बहुत ज़रूरी है. मैं घर में जाता हूँ तो बिजली का मुश्किल है, और उसके बाद में मैं चाहता हूँ कि मेरा ऑपरेशन हो के हार्ट ट्रांसप्लांट, डॉक्टर बोलता अभी हार्ट ट्रांसप्लांट करना पड़ेगा. मैं अभी मेरा एज जो है मेरा 59 हो गया है. 59 1 साल के बाद में इधर वीज़ा नहीं लगेगा. 60 साल के बाद वीज़ा नहीं मिलता है, और वीज़ा नहीं मिलेगा तो मेरे को घर जाना पड़ेगा. घर में मशीन लगा के जा नहीं सकता हूँ. मैं तो यही सब लोगों से हाथ जोड़ के बेनती करता हूँ, भाई मेरा हेल्प कीजिए. മോഹൻലാൽ ഗുരുദാസിൻ്റെ കഥയറിഞ്ഞ ഇവിടെയുള്ള ഇന്ത്യൻ പ്രവാസികളുടെയും സ്വദേശികളുടെയും കാരുണ്യപൂർവ്വമായ പ്രതികരണം ശരിക്കും ആശ്വാസജനകമായി എന്നു തന്നെ പറയാം. ഈ കഥയറിഞ്ഞ ചെന്നൈയിലെ പ്രശസ്തമായ ഫോർട്ടിസ് മലർ ഹോസ്പിറ്റലിൻ്റെ പ്രതികരണം വളരെ ആശാവഹമാണ്. അവിടുത്തെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ബാലകൃഷ്ണനുമായി HMC ഹേർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വിശദമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് ഡോക്ടർ KR ബാലകൃഷ്ണനുമായിട്ട് ഞങ്ങൾ ഫോർട്ടിസ് മലർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് റിപ്പോർട്ട്സ് എല്ലാം അയച്ചു കൊടുത്തു. വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളി എടുത്തത്. കേസ് പുള്ളി അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഫർദർ എല്ലാ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് പുള്ളിയുടെ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ടീം തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും പുള്ളിയുടെ എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡോക്ടർ ബാലകൃഷ്ണനും ഡോക്ടർ സുരേഷ് റാവു CT അനസ്തറ്റിസ്റ്റാണ് പുള്ളിയുടെ കൂടെ തന്നെയുള്ള. അവർ രണ്ടുപേരും എല്ലാം നോക്കിക്കൊള്ളാം എന്നാണ് എനിക്ക് ഉറപ്പ് തന്നത്. പഞ്ചാബ് സ്വദേശിയായി മോഹൻലാൽ ഗുരുദാസിൻ്റെ കാര്യത്തിൽ ഖത്തറിലുള്ള മലയാളി കൂട്ടായ്മയുടെ പ്രതികരണം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ പാവം മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കു വേണ്ടി ഒരു സാമ്പത്തിക സഹായനിധി രൂപീകരിക്കുന്നതിനായി മലയാളികൾ തന്നെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കാനറ ബാങ്ക് മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ മോഹൻലാൽ ഗുരുദാസിൻ്റെ പേരിൽ ഒരു NRO സേവിങ്സ് അക്കൗണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക്. മോഹൻലാൽ ഗുരുദാസ്, അക്കൗണ്ട് നമ്പർ 071410405948 IFSC കോഡ് CNRB 0000714, സ്വിഫ്റ്റ് കോഡ്
CNRBINBBBID. ഒട്ടനവധി സന്മനസ്സുകൾ, പ്രവാസി സുഹൃത്തുക്കൾ, ഇന്ത്യയിലുള്ള മറ്റ് സുഹൃത്തുക്കൾ, ബിസിനസ്സുകാർ, സാമൂഹിക പ്രവർത്തകർ പലരും ഈ മോഹൻലാൽ ഗുരുദാസിൻ്റെ ഹൃദയ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഒരു സ്നേഹം നിറഞ്ഞ വെല്ലുവിളിയും അതല്ലെങ്കിൽ അതിലുപരി മോഹൻലാലിൻ്റെ ജീവിതം തിരിച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോടും കൂടിയാണ് ഭൂരിഭാഗം ആൾക്കാരും ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ ബന്ധപ്പെട്ടു എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയിലെ കാനറ ബാങ്ക് ശാഖയിൽ സമീപിച്ചപ്പോൾ അതിൻ്റെ സീനിയർ മാനേജർ അദ്ദേഹം ഈ ശ്രീ മോഹൻലാൽ ഗുരുദാസിൻ്റെ പേരിൽ തന്നെ അക്കൗണ്ട് തുറന്നു തരികയും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുകകൾ സമാഹരിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ കാനറ ബാങ്ക് മൂവാറ്റുപുഴ ശാഖ വഴി ഏർപ്പെടുത്താൻ ഉള്ള സൗകര്യങ്ങൾ അദ്ദേഹം തരികയും ചെയ്തിരുന്നു. ശ്രീ ജിജോ ചെറിയാൻ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായിട്ടുള്ള ഒരു സഹകരണം അതെടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാണ്. തീർച്ചയായിട്ടും മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സർജറി, ഇവിടുന്നുള്ളൊരു കൂട്ടായ്മ, ഈ ഒരു ടീം വർക്ക്, അത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രവാസ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അഹമ്മദ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും മറ്റ് സിസ്റ്റർമാരും നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇതുവരെ പുറംലോകം അറിയാതിരുന്ന മോഹൻലാൽ ഗുരുദാസ് എന്ന രോഗിയുടെ ദയനീയ അവസ്ഥയെ അറിഞ്ഞു പ്രതികരിച്ച എല്ലാവർക്കും ദോഹ സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച HMC ഹേർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം ഈ ലോകത്തിന് തന്നെ മാതൃകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ഹാർട്ട് ഹോസ്പിറ്റലിലെ കാർഡിയോതൊറാസിക് സർജറി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞങ്ങൾ 2008 ഓപ്പറേഷൻ ചെയ്ത മോഹൻലാൽ ഗുരുദാസിനെക്കുറിച്ചുള്ള വിവരണങ്ങളെക്കുറിച്ചും വളരെ അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് ഏഷ്യാനെറ്റിനും അതുപോലെ ഞങ്ങൾക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകം പല പ്രവാസികളും മാത്രമല്ല ഇന്ത്യയിൽ നിന്നും പ്രൊഫഷണൽസും അല്ലാത്തവരുമായ പലരും ഞങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി. ഏത് രീതിയിലും മോഹൻലാലിൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളുടെ സഹായങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുമായിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന സെൻറ്റേഴ്സിനെക്കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തുകയുണ്ടായി. അങ്ങനെ ചെന്നൈയിലെ ഫോർട്ടിസ് മലർ ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ എന്ന് മാത്രമല്ല ഏറ്റവും സംഘടിതമായും ഏറ്റവും ഓർഗനൈസ്ഡായി കാർഡിയാക് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ കാർഡിയാക് ട്രാൻസ്പ്ലാന്റേഷന് നേതൃത്വം നൽകുന്ന ചീഫ് കാർഡിയാക് സർജൻ ഡോക്ടർ ബാലകൃഷ്ണനുമായി ഞങ്ങൾ ഇതിനോടകം സംസാരിക്കുകയുണ്ടായി. മോഹൻലാലിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് വന്നാൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ മോഹൻലാൽ ഗുരുദാസ്
ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഇനിയും ഏറെ വർഷങ്ങൾ നമ്മോടൊപ്പം, നമ്മളിലൊരാളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി നമുക്കൊന്നായി ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of heavy equipments, container transport, manpower supply and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com. Otis, the trendsetter, now available at major hypermarkets and supermarkets in Qatar. ദോഹയിലെ കൊച്ചു പാട്ടുകാരി 6 വയസ്സുകാരി സാൻവി. ആ മിടുക്കിയുടെ പാട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. റിയാലിറ്റി ഷോകളിൽ കുരുന്നു ഗായകരെ കാണുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ദോഹയിലുമുണ്ട് അതുപോലൊരു കുഞ്ഞു ഗായിക. സാൻവി എന്നാണ് ഈ കൊച്ചുമിടുക്കിയുടെ പേര്. ഖത്തർ ഗ്യാസിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായ ഉമേഷ് കുമാറിൻ്റെയും ദന്തൽ ഡോക്ടറായ ടിനി ഉമേഷ് കുമാറിൻ്റെയും മകളാണ് 6 വയസ്സുള്ള ഈ കൊച്ചുമിടുക്കി. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അനേകം ഭാഷകളിൽ പാടാനുള്ള കഴിവാണ് സാൻവിയുടെ പ്രത്യേകത. സാൻവിയുടെ മാതാപിതാക്കളും കുഞ്ഞനിയനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും തന്നെ പൂർണ്ണ പിന്തുണയുമായി സാൻവിയുടെ പാട്ടിനൊപ്പമുണ്ട്. ദോഹയിലെ നിരവധി വേദികളിൽ ഇതിനോടകം സാൻവി പാടിക്കഴിഞ്ഞു. വളർന്നു വരുമ്പോൾ മികച്ച ഒരു ഗായികയായി സാൻവി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സാൻവി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബിർള പബ്ലിക് സ്കൂൾ. വീട്ടിൽ ആരാണ് മോളെ എൻകറേജ് ചെയ്യുന്നത് പാട്ട് പാടാനൊക്കെ? അമ്മ, അച്ഛൻ. ഓക്കെ. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണ് പാടാൻ? എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാൽ ഇച്ചിരി കൂടി ഇഷ്ടമുള്ള പാട്ട്, ഏറ്റവും ഫേമസ് ആയ പാട്ട് ഏതാണ്? അയലപ്പൊരിച്ചതുണ്ട്. നല്ലൊരു പാട്ടാണ് അത്. അതൊന്ന് പാടുമോ ഇച്ചിരി വരികൾ? സൂപ്പർ, പൊളിച്ചു. സാൻവിയുടെ അച്ഛൻ്റെ പേരെന്താണ്? ഉമേഷ് കുമാർ. ഓക്കെ ഫൈൻ. അമ്മേൻ്റെ പേരോ? ടിനി. അനിയൻ്റെ പേര്? സാൻജിത്ത്. സാൻജിത്തിലൂടെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ചില സമയത്ത്. സാൻവി ചെറുപ്പത്തിലെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഒരു 3.5 ഇയേഴ്സിൽ തന്നെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഇട്ട് കൊടുക്കും എന്തെങ്കിലും ടാബിൽ. പക്ഷെ പെട്ടെന്ന് പിക്കിനെ ഞങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഒരുവിധം എല്ലാ ലാംഗ്വേജും ഇന്ത്യയിൽ
അങ്ങനെ മറാഠി ആയിക്കോട്ടെ, മലയാളം, തമിഴ്, അപ്പോൾ അങ്ങനെ നല്ലോണം പിക്കിനെ കണ്ടപ്പോൾ ഞങ്ങൾ എൻകറേജ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് സാന്ദ്രം, അതിൽ അവൾ പാടി ഒരു at a very young age. Let it go, to the winds, lock the door. I don't care what they're going to say, what the storm will rage on. The cold never bothered me anyway. One crease ne me pukula sevune, deni sash mune jivavuni. One crease ne me pukula musule, abunju suda mudandali, abunju suda mudandali. നാട്ടിലെവിടെയാണ്? കാലിക്കറ്റ്. ഓക്കെ ഫൈൻ. അനിയൻ പാട്ട് പാടുവോ? പാട്ട് പാടും, മീൻസ് വരും, പിന്നെ ഡാൻസ് ചെയ്യും. അതെയോ? ദോഹ സ്റ്റോറീസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways.